ഹായ്, താങ്ക് യു സോ മച്ച് ഫോർ ക്ലിക്കിംഗ് ഓൺ ദിസ് വീഡിയോ. ഞാനേ ഒരു ഷോർട്ട് വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഈ മോർണിംഗ് തന്നെ ടാസ്കുകളൊക്കെ ചെയ്യാൻ വേണ്ടി എണീക്കുക എന്ന് പറയുന്നത് ഈ ഒരു ബഡാ ടാസ്ക്കാണ് അല്ലേ. സോ ഞാൻ എന്താ ചെയ്യാറെന്നറിയോ? ഉറങ്ങുന്നതിന് മുന്നേ എനിക്ക് എക്സൈറ്റ്മെൻ്റ് ഉള്ള എന്തെങ്കിലും ഓർത്ത് കിടക്കും. ലൈക്ക് നല്ല ബ്രേക്ക്ഫാസ്റ്റ്, എനിക്കിഷ്ടമുള്ള എന്തെങ്കിലും, ഓക്കെ. അല്ലെങ്കിൽ എല്ലാവരുമായിട്ട് എവിടെയെങ്കിലും പോകുന്നതോ, ഒരു ഫേവററ്റ് മൂവി റിലീസ് ഉണ്ട് ഞാൻ കുറേ നാളായിട്ട് നോക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഫ്രണ്ടിനെ മീറ്റ് ചെയ്യുന്നത്, അങ്ങനെ 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 എന്തെങ്കിലുമൊക്കെ ചെറുതോ വലുതോ എനിത്തിങ്. മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് ഇത് വർക്ക് ആവാറുണ്ട് കേട്ടോ. കാരണം അല്ലെ ഭയങ്കര മടിയോടുകൂടി രാവിലെ എണീച്ചാൽ നീങ്ങായില്ല, ഒന്നും ചെയ്യാൻ പറ്റില്ല. Like, എവിടെയെങ്കിലും കൊണ്ടുപോയി വെച്ചാൽ അവിടെ ഇങ്ങോട്ട് നിൽക്കും. ഞാൻ ബേസിക്കലി രാവിലെ എണീറ്റ് പോയി ആദ്യം ചെയ്യുന്നത് ഞങ്ങളുടെ ബാൽക്കണി ഡോറ് തുറക്കുക എന്നുള്ളതാണ്. അവിടെ തന്നെ പോവും ഒരു 3/4 മണിക്കൂർ. സോ ഈ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ ആകെപ്പാടെ ഒരു ഇച്ചിരി കൂടുതൽ പ്രൊഡക്റ്റീവ് ആയിരിക്കും കേട്ടോ. ഇത് എന്നെപ്പോലെയുള്ള ഹോം മേക്കേഴ്സിന് എസ്പെഷ്യലി. കാരണം ഓഫീസിലൊക്കെ പോകുന്നവർക്ക് ഡെഫിനറ്റ്ലി അറിയാം ഒരു ടൈമിൽ ഇറങ്ങണം എന്ന്. സോ അവർ ആ ധൃതി കാണിക്കും. പക്ഷേ ഹോം മേക്കേഴ്സിന് കുറച്ചൊരു ഇച്ചിരി സ്ലോ ആയാലും കുഴപ്പമില്ല. വീട്ടിലുള്ളവരെ സ്കൂളിൽ വിടാനും ഓഫീസിൽ വിടാനൊക്കെ എങ്ങനെയെങ്കിലും ഉന്തിത്തള്ളി പോകും. പക്ഷെ എന്നാലും ആ ഒരു യുനോ ഒരു 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 ചാട്ടം ഉണ്ടാവില്ല. എനിവേസ്, അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ എണീക്കാൻ 2 എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതിലൊന്നാണ് ബ്രേക്ക്ഫാസ്റ്റ്. സോ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വാസ് അപ്പം ആൻഡ് മുട്ടക്കറി. അപ്പോൾ മുട്ടക്കറി യൂഷ്വലി വീട്ടിലുണ്ടാക്കുന്ന അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന ഒരു ടൈപ്പ് ഓഫ് മുട്ടക്കറി അല്ല ഞാൻ ഇന്ന് ട്രൈ ചെയ്തത്. ദിസ് ഇസ് അഫ്ഗാനി മുട്ടക്കറി. അപ്പോൾ അതായിരുന്നു എൻ്റെ ആദ്യത്തെ എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഞാൻ ഇപ്പോൾ അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കുമ്പോണ്ടല്ലോ ഞാൻ എന്തെങ്കിലും കൂടെ പ്യൂറേ പോലത്തെ എന്തെങ്കിലും ആഡ് ചെയ്യാറുണ്ട്. ലൈക്ക് ക്യാരറ്റ് പ്യൂറേ അല്ലെങ്കിൽ ബീട്രൂട്ട്, സ്പിനച്ച്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യാറുണ്ട് കുറച്ച് എക്സ്ട്രാ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട്. സോ ഇനിയാണ് ഞാൻ എൻ്റെ എക്സസൈസ് ചെയ്യാൻ പോകുന്നത്. ടുഡേ ഐ എം കോൺസെൻട്രേറ്റിംഗ് ഓൺ മൈ ആംസ്. കൈകൾക്ക് വേണ്ടി മാത്രമുള്ള, അതും റൈറ്റ് ആമിന് എസ്പെഷ്യലി ഉള്ള ഒരു സംഭവമാണ്. ഇങ്ങനെ കുഴച്ച് 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 ഈശ്വരാ, തമാശ ഒന്നുമല്ല. രാവിലെ ഭയങ്കര എക്സൈറ്റിംഗ് ആയി സാധനം ചെയ്ത് അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് ക്ഷീണിച്ച് പോകും. കുറച്ച് നേരം ഞാൻ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, എനിവേസ് ദാറ്റ് വാസ് ചപ്പാത്തി അല്ല, ചപ്പാത്തി ഡൗ. സണിക്ക് ഓഫീസിലേക്ക് പാക്ക് ചെയ്യാനാണ് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ കൂടി ഉണ്ടല്ലോ ഞാൻ നല്ല ക്രീമി മുട്ടക്കറി കൂടി ഉണ്ടാക്കി കേട്ടോ. ഈ റെസിപ്പിയെ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാമേ. ഇറ്റ് കെയിം ഔട്ട് റിയലി ടേസ്റ്റി. ഭയങ്കര രുചിയായിട്ട് വന്നു. ഫസ്റ്റ് ടൈം ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. എങ്കിലും അത് നന്നായിട്ട് വന്നു, അടിപൊളിയായിട്ട് വന്നു. ചിലപ്പോൾ ഒക്കെ ഉണ്ടല്ലോ ഫസ്റ്റ് ടൈം ഉണ്ടാക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കൂടുകയും കുറയും അങ്ങനെയൊക്കെ വരാറുണ്ട്. അപ്പം നമ്മൾ സെക്കൻഡ് ടൈം തേർഡ് ടൈമൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേനാണ് ബെസ്റ്റായിട്ട് വരാറ്. ബട്ട് ദിസ് ടൈം ഇത്തവണത്തേൽ ആദ്യത്തത് തന്നെ നന്നായിട്ട് വന്നു. അപ്പോഴേക്കുണ്ടല്ലോ വീട്ടിലുള്ള ആൾക്കാരൊക്കെ പതിയെ എണീച്ച് വന്നായിരുന്നു. പിന്നെ എല്ലാം ഷടപടേന്നാക്കി. ഞാൻ എൻ്റെ പച്ച അപ്പമൊക്കെ അങ്ങോട്ട് ചുട്ടെടുത്തു. അപ്പവും നല്ലതായിരുന്നു. അല്ല, അപ്പത്തിന് പിന്നെ അപ്പത്തിൻ്റെ ടേസ്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും കുറച്ച് കളർഫുൾ ആകുമ്പോൾ ഒരു രസമല്ലേ. ഇതിലിപ്പോൾ ഞാൻ മുരിങ്ങയുടെ പൊടി ഇട്ടിട്ടല്ല ഉണ്ടാക്കിയത്. സോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഈ പ്യൂരിയസ് ആഡ് ചെയ്യുന്ന കാര്യം. ഇതുണ്ടല്ലോ മീൽ പ്രപ്പൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ജോലിക്ക് പോകുന്നവർക്ക് വീക്കെൻഡ് ഇത് ഉണ്ടാക്കിയിട്ട് പ്യൂറി ആക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ചുടുന്നതിന് തൊട്ട് മുന്നേ ബാറ്ററിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് ഇളക്കിയാൽ മതി. അപ്പത്തിനും ദോശയ്ക്കും ഈവൻ ചപ്പാത്തിക്കും ഇത് ഭയങ്കര നല്ലതാണ് കേട്ടോ. നമ്മളൊക്കെ മലയാളികളല്ലേ, ഇടയ്ക്കെങ്കിലും അപ്പവും ദോശയൊക്കെ ഉണ്ടാക്കാത്ത വീടുകളുണ്ടോ? വീട്ടിൽ വെജിറ്റബിൾസ് ഒക്കെ കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഇത് നല്ലൊരു വഴിയാണ് കേട്ടോ. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ ടു മേക്ക് ദ ഐറ്റം ലിറ്റിൽ എക്സ്ട്രാ ന്യൂട്രീഷ്യസ്. അത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ സ്ട്രിക്റ്റ് പേരൻറ്റിങ് ആയിരുന്നു. എന്ത് ചോദിച്ചാലും നോ ആണ്. അതിപ്പോൾ ഒന്ന് പുറത്ത് പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്രണ്ടിനെ കണ്ടോട്ടെ, ട്രിപ്പ് പോയിക്കോട്ടെ, ഒരു ഡ്രസ്സ് മേടിച്ച് തരും, എനിത്തിങ് ആൻഡ് എവറിത്തിങ് ഇസ് നോ. അതുകൊണ്ട് ഒരു ഗുണം എന്താ ഉണ്ടായതെന്നറിയോ? നോ ഭയങ്കര ഈസി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യും. അന്നും അതെ, ഇന്നും അതെ. ഒരേ ഒരു കാര്യത്തിനാണ് കേട്ടോ ഞങ്ങളോട് നോ പറയാത്തത്. അതായത് എന്നോടും അനിയത്തിയും. അത് കിച്ചടി കറിയുന്നതിന് മാത്രമാണ്. അതിന് ഒരാൾക്ക് നോ ഇല്ല, യെസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ കുക്കിങ്ങിനോട് ഒരു ചെറിയ ഇഷ്ടക്കൂടുതൽ വന്നത് അതുകൊണ്ടാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അത് മാത്രമല്ല, ഈ മനുഷ്യനെ കണ്ടതിന് ശേഷമാണ് കേട്ടോ ഫുഡ് എത്ര എൻജോയ് ചെയ്ത് വേണം നമ്മൾ കഴിക്കാൻ എന്നെനിക്ക് മനസ്സിലായത്. സത്യം പറഞ്ഞാണ്ടല്ലോ ഞങ്ങൾ രണ്ടും 2 പോൾസാണ്. പോൾസ് അവിടെ നിൽക്കട്ടെ,
ഈ ചപ്പാത്തി കൊടുത്തു വിടുമ്പോഴേ ഞാൻ എന്തെങ്കിലും സാലഡും കൂടെ കൊടുത്തു വിടും കേട്ടോ. നമ്മുടെ കയ്യിലുള്ള വെജിറ്റബിൾസ് എല്ലാം ഇടുക, ഈ സോസ് ഉണ്ടല്ലോ സിറാജ സോസ്, ഇത് ഇടുക, ഉപ്പിടുക, ദാറ്റ്സ് ഓൾ, വെരി ഈസി. ഞാൻ വളരെ സ്നേഹത്തോടെ ശ്രീരാജ എന്ന് വിളിച്ചുകൊണ്ടിരുന്ന സോസാണ്. ആക്ച്വലി ആറ് സൈലന്റ്. ഈ ഇടയാണ് കേട്ടോ ഞാനത് അറിഞ്ഞത്. ഓക്കെ, അപ്പം നേരത്തെ എവിടെ പറഞ്ഞിട്ട് ഞാനും സണ്ണിയും 2 പോൾസ് ആണ്. ഞാൻ ഭയങ്കര ലൗഡാണെങ്കിൽ സണ്ണി ഈസ് വെരി കാം. ഞാനാണെങ്കിൽ നല്ല പ്രോ ആക്റ്റീവ് ആണ്. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ഡിസിഷൻ എടുത്തു കഴിഞ്ഞു. സണ്ണി കുറച്ചൊക്കെ ആലോചിച്ചേ ഓരോ കാര്യങ്ങളും ചെയ്യുള്ളൂ. ഇങ്ങനെ മോസ്റ്റ് ഓഫ് ദി കേസസും ഇങ്ങനെ തന്നെയാണ്. ബട്ട് ദ ഓൺലി തിങ്, നമ്മൾ 2 പേരും ഒരേ മനസ്സും 2 ശരീരവുമായിട്ട് നിൽക്കുന്നതുണ്ടെങ്കിൽ അത് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ എടുക്കും. ഞാൻ മനസ്സിൽ വിചാരിക്കുന്നത് ഓർഡർ ചെയ്യേണ്ട ദിവസം പുള്ളി ഓർഡർ ചെയ്തിരിക്കും, അല്ലെങ്കിൽ പുള്ളിക്ക് എന്തെങ്കിലും കഴിക്കണം എന്നുള്ള തോന്നൽ എന്തെങ്കിലും വരുവാണെങ്കിൽ അത് പറയാതെ തന്നെ ചിലപ്പോൾ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഞാൻ എന്തുണ്ടാക്കി ഫ്ലോപ്പ് ആയാലും പുള്ളിക്ക് ഒരു ഇഷ്യൂ ഇല്ല, ഫുള്ള് കഴിച്ചോളൂ. ഫ്ലോപ്പായെന്ന് പറയുകയൊക്കെ ചെയ്യും. സ്റ്റിൽ നോ വേസ്റ്റേജ്. ഓഫീസിൽ പോകുന്നതിന് മുന്നേ ബാത്റൂമിൽ കുറച്ച് നേരം ഒന്ന് തപസ്സിരിക്കാൻ വേണ്ടി പോയതാ. ഇത് എല്ലാ വീട്ടിലും നടക്കുന്ന ഒരു സീനാണെന്ന് എനിക്ക് തോന്നണേ. ഇത് കണ്ട് പഠിക്കുന്നതാണോ അതോ അപ്പേനെ മിസ് ചെയ്തിട്ട് പുറത്തിരിക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല. അന്നേരം എനിക്ക് കറക്റ്റായിട്ട് വീഡിയോ എടുക്കാൻ തോന്നിയത്. സണ്ണി കയറിയപ്പോൾ മുതൽ പഠിക്കാൻ പോയിരിക്കണതാണ് വരാൻ വേണ്ടിയിട്ട്. എനിക്ക് തോന്നുന്നു 1 മണിക്കൂർ 1.5 മണിക്കൂറാണ് അവിടെ ഇരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇവരുടെ പാക്കിങ് കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് 2 ആളും കൂടെ ഓഫീസിലേക്കും സ്കൂളിലേക്കും ഇറങ്ങുകയാണ്. മാരേജൊക്കെ കഴിഞ്ഞിട്ട് ഫ്യൂ ഇയേഴ്സ് ആയെങ്കിലും കുട്ടിയായിട്ടുണ്ടെങ്കിലും എനിക്കൊരു മേജർ ട്രാൻസിഷൻ തോന്നിയത്, അതായത് അഡൽട്ടിങ് ഫേസിലാണ് ഞാനെന്ന് എനിക്ക് ആക്ച്വലി തോന്നി തുടങ്ങിയത് ബാംഗ്ലൂർ എത്തിയ പിന്നെയാണ് കേട്ടോ. ബിക്കോസ് നാട്ടിലുണ്ടായിരുന്ന സമയത്ത് അമ്മമാരൊക്കെ ഉണ്ട്. സോ എനിക്ക് ഇത്രയും അങ്ങോട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഇപ്പം ഞാൻ ചെയ്യുന്നതൊക്കെ പണ്ട് അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ അല്ലേ. ലൈക്ക് രാവിലെ എണീക്കും, ഞങ്ങൾ എണീക്കുന്നതിന് മുന്നേ, പിന്നെ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കും, ലഞ്ച് പാക്ക് ചെയ്യും, പാലൊക്കെ എടുത്ത് വയ്ക്കും. അന്നേരത്തേനും കുണുങ്ങി എണീറ്റ് വന്നാൽ മതിയല്ലോ. സോ അന്ന് അമ്മ ചെയ്തതൊക്കെയാണ് ഇന്ന് ഞാൻ ചെയ്യുന്നത്. ഇതൊക്കെ ഞാൻ ഇങ്ങനെ പറയുമ്പോഴേ ചിലരെങ്കിലുമൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഇതൊരു പുതിയ കാര്യമൊന്നും അല്ലല്ലോ, കുട്ടി എന്താ ഇങ്ങനെ പറയണേ. ശരിയാണ്, പുതിയ കാര്യമല്ല. ബട്ട് എൻ്റെ ലൈഫിൽ ഇതൊരു പുതിയ കാര്യമാണല്ലോ. അപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്ത് പതിയെ വരുന്നതേ ഉള്ളൂ. രാവിലത്തെ ബഹളം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതാണ് കിച്ചൻ്റെ അവസ്ഥ. ഇങ്ങനെ കിച്ചൺ ക്ലീൻ ആയിട്ട് വരുമായിരുന്നെങ്കിൽ എന്താ അടിപൊളിയായിരുന്നു അല്ലേ. സോ കിച്ചൺ ഫുൾ ക്ലീൻ ആക്കി കഴിഞ്ഞു. ഉച്ചത്തേക്കുള്ളത് ലെഫ്റ്റ് ഓവറൊക്കെ ഇരിപ്പുണ്ട് ഇന്നലത്തെ. സോ ഞാൻ ഇനി കുറച്ച് എളുപ്പപ്പണികൾ ചെയ്യാൻ പോകുന്നത്. ഈ പൊമഗ്രാനറ്റ് ഇവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അത് ഇനി ഒരുക്കി വെച്ചില്ലെങ്കിൽ അതിന് ചീഞ്ഞു പോവുകയുള്ളൂ. പൊമഗ്രാനറ്റിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. പലരും ഇത് മേടിക്കാത്ത എന്താണെന്നറിയോ, ഇതിങ്ങനെ ഒരുക്കാനുള്ള മടി കൊണ്ടാണ്. ഞാനൊരു കാലത്ത് ഇങ്ങനെയായിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര മടിയായിരുന്നു, മേത്ത് തെറിക്കും, കളറാവും, അങ്ങനെ. പിന്നെ ഞാൻ എവിടെയോ കണ്ടതാണ് ഇങ്ങനെ ഒരുക്കുക എന്നുള്ളത്. അതായത് വെള്ളത്തിൽ വെച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ ഇതിൻ്റെ ഔട്ടർ ഭാഗമൊക്കെ. എന്നിട്ട് വെള്ളത്തിൽ വെച്ചിട്ട് ഇങ്ങനെ ചെയ്താൽ മതി. സോ ദിസ് ഈസ് വെരി ഈസി. എനിക്ക് ഭയങ്കര സാറ്റിസ്ഫൈങ് സംഭവമായിട്ട് തോന്നിട്ടോ ഇത് ചെയ്യുന്നത്. സോ ആ ഒരു ഇൻട്രസ്റ്റും കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഇത് മേടിച്ച് ഇങ്ങനെ ചെയ്യും. ടൈം കിട്ടാത്തത് കൊണ്ട് ചെയ്യാതിരുന്ന് പോയതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാനിത് മേടിച്ച് അപ്പം തന്നെ ഒരുക്കി വെക്കണതാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ജ്യൂസാക്കി കുടിക്കാമല്ലോ. സോ ഇങ്ങനെ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കും. അടുത്തത് നെയ്യ് തീർന്നു പോയി ഗൈസ്. നെയ്യ് യൂഷ്വലി നാട്ടിൽ പോകുമ്പോൾ കൊണ്ടുവരാറുള്ളതാണ്. അത് തീർന്നു. ഇനി നാട്ടിൽ പോകണമെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഞാൻ വിചാരിച്ചു നെയ്യ് കാച്ചണം എന്ന്. കാച്ചാന്നാണോ പറയണത് എനിക്കറിയില്ല. നെയ്യ് ഉരുക്കണം എന്ന്. അത് തന്നെ അമൂലിൻ്റെ ബട്ടറാണ് കേട്ടോ മേടിച്ചത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബട്ടർ ഉരുക്കി നെയ്യ് ആക്കുന്നത്. എല്ലാ തവണയും നാട്ടിൽ നിന്ന് വരുമ്പോൾ നെയ്യ് കൊണ്ടുവരുന്നതാണ്. സോ എനിക്ക് അത് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. ആൻഡ് ഞങ്ങൾ നെയ്ക്കുട്ടികളാണ്, ഞങ്ങൾക്ക് നെയ്യ് വേണം എല്ലാത്തിനും. ഇത് അടിപൊളിയാണ്, ഇങ്ങനെ ചെയ്താൽ മതി. അതാകുമ്പോൾ നമുക്ക് ഹോം മെയ്ഡ് നെയ്യും കിട്ടും, നല്ലതുമാണ്. ഇങ്ങനെ പക്ഷെ 10-30 മിനിറ്റ് ഇങ്ങനെ നിൽക്കണം കേട്ടോ. വെച്ചിട്ട് പോകാനൊന്നും പറ്റുമൊന്നുമില്ല. ചിലപ്പോൾ പോകായിരിക്കും, പക്ഷേ എനിക്ക് ടെൻഷനായിരുന്നു. സോ അതുകൊണ്ട് ഞാൻ അരമണിക്കൂറോളം അവിടെ നിന്ന് അങ്ങോട്ട് കാച്ചിയെടുത്ത് ഇങ്ങനെ ഇതിൻ്റെ സോളിഡ്സ് സെപ്പറേറ്റ് ആയിട്ട് വരും. ആ സമയത്താണ് നമ്മളിത് വാങ്ങേണ്ടത്. എന്നിട്ട് ഒരു മസ്ലിൻ ക്ലോത്തിൽ അരിച്ച് കുപ്പിയിലെടുത്ത് വെക്കണം. എൻ്റെത് തീരാൻ കുറച്ചും കൂടെ ബാക്കിയുള്ളതുകൊണ്ട് ഞാൻ ഇതെടുത്ത് ഫ്രിഡ്ജിലേക്ക് തന്നെ വെച്ചു. ഇനി നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഐറ്റം ഈസ് ഉള്ളി തൊണ്ട് കളയുക. ഉള്ളി തൊണ്ട് കളയണതും എനിക്കൊരു സാറ്റിസ്ഫൈങ് ജോബ് ആണെങ്കിലും എനിക്ക് കണ്ണിൽ നിന്ന് വെള്ളം വരും, ഭയങ്കരമായിട്ട് വെള്ളം വരും. ഇത് വെള്ളത്തിലിട്ടിട്ട് ഒരുക്കുന്നത് കൊണ്ട് കണ്ണിൽ നിന്ന് വെള്ളം വരില്ല എന്നല്ല കേട്ടോ, എനിക്ക് സ്റ്റിൽ വെള്ളം വരും കുറച്ച് കഴിയുമ്പോൾ. പക്ഷേ പെട്ടെന്ന് തോല് പൊളിഞ്ഞു വരും, ലൈക്ക് റിയലി ഫാസ്റ്റ്.
ഈ വീഡിയോയിൽ കണ്ടിട്ട് അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് ഇത് പെട്ടെന്ന് പെട്ടെന്ന് പോരുന്നുണ്ടെന്ന്. എൻ്റെ ഈ മെത്തേഡൊക്കെ കണ്ടിട്ട് നിങ്ങൾ ഇതൊക്കെയാണൊരു പുതിയ കാര്യം, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാവുന്നതാണ് എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഇത് ഞാൻ പറയുന്നത് എന്നെപ്പോലെ ഇതൊന്നും അറിയില്ലാതിരുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെയൊക്കെ കുറച്ച് പേരെങ്കിലും ഒക്കെ ഉണ്ടാവില്ലേ. ഇതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ ഫുൾ അഡൽട്ടിങ് ഫേസ് ആണ്. ഇങ്ങനെയൊക്കെയാണ് അമ്മയൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അമ്മ വെള്ളത്തിലിട്ടൊന്നും ഉള്ളി തൊണ്ട് കളയില്ലായിരുന്നു, അത് വേറെ കാര്യം. ഈസി ടിപ്സ് അല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ഇങ്ങനെയൊക്കെ ഒരു പ്രിപ്പയർ ചെയ്ത് വീക്കെൻഡ്സ് ഒക്കെ പ്രിപ്പയർ ആയിട്ട് ഇരിക്കുമായിരുന്നു വീക്ക് ഡേയ്സിനെ ഫേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഐ എം സ്ലോലി ബിക്കമിങ് ലൈക്ക് മൈ മോം. അങ്ങനെ ആക്സെപ്റ്റ് ചെയ്തു. 12 മണിയായി, ഞാൻ എൻ്റെ പണിയൊക്കെ തീർത്തു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ന് എനിക്ക് വേറൊരു എക്സൈറ്റ്മെൻറ്റ് കൂടി ഉണ്ട്. ഇന്ന് ഒരു എപ്പിസോഡ് റിലീസാവുകയാണ്. എപ്പിസോഡല്ല, പക്ഷേ ബ്രിഡ്ജറ്റൻ പാർട്ട് 2 റിലീസാവുകയാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് എന്നെ പോലെ എക്സൈറ്റ്മെൻറ്റ് ഉണ്ടെന്ന്. ഐ ലവ് ദ ലാസ്റ്റ് സീസൺ. 3rd സീസൺ എനിക്ക് അത്ര ഇഷ്ടമുണ്ടായിരുന്നില്ല, പക്ഷേ എനിക്ക് ലാസ്റ്റ് സീസൺ, എനിക്ക് 4th സീസൺ പാർട്ട് 1 ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഐം വെയിറ്റിംഗ് ഫോർ ദ സെക്കൻഡ് പാർട്ട് ആൻഡ് ഇറ്റ്സ് റിലീസിങ്. ആക്ച്വലി റിലീസ് ചെയ്തു, ഇന്നലെ റിലീസ് ചെയ്തു. സോ ഐം ഗോയിങ് ടു വാച്ച്. സോ ഐ തോട്ട് ഞാൻ പെട്ടെന്ന് പണിയൊക്കെ എടുത്തിട്ട് വന്നിരുന്നു കാണാൻ. സോ ഞാൻ കാണാൻ പോകണം കേട്ടോ. സോ ഇതായിരുന്നു എൻ്റെ സെക്കൻഡ് എക്സൈറ്റ്മെൻറ്റ് ആൻഡ് ചാട്ടം. ഈ യൂഷ്വൽ നോർമൽ ഡേ കുറച്ചൊന്ന് എക്സ്ട്രാ ഹാപ്പി ആക്കിയത്. താങ്ക് യു ഫോർ വാച്ചിങ്.